ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അരിപ്പൊടി വെച്ചിട്ട് വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ തയ്യാറാക്കി എടുക്കാം കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ ദോശൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നീൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ദോശയിൽ നമ്മൾ ഈസ്റ്റ് അതുപോലെ തന്നെ തേങ്ങ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ദോശയ്ക്കുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു വലിയ ജാറാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി എടുക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അവിലാണ് കേട്ടോ. 1/2 കപ്പ് അവിലെടുത്തിട്ട് നല്ലപോലെ കുതിർത്തി എടുത്തതാണ്. ഈ അവിലിന് പകരം നിങ്ങൾക്ക് ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക 1/2 കപ്പ്. ഇനി ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദോശക്കൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ആദ്യം ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വെള്ളത്തിന് അളവിൽ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളമൊക്കെ ചേർക്കുന്നത് നമ്മളെടുക്കുന്ന പൊടിക്കനുസരിച്ചായിരിക്കും. അപ്പോൾ അത് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് സാധാരണ ദോശമാവിൻ്റെ ഒരു പരുവത്തിൽ തന്നെയാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇതിലേക്കുള്ള ഒരു ചട്നി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം ഇത് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ തന്നെ ഉള്ളൂ. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്കുള്ള ചട്നി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിത് അടച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ചട്നി റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് ഞാൻ ഈ ചട്നി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല പഴുത്ത ഒരു തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വലിയ തക്കാളിയാണ്. അപ്പോൾ ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 4 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 12 ചുമന്നുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചുമന്നുള്ളി എന്തായാലും ഒരു 10 12 എണ്ണമൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഈ ഒരു ചട്നിക്ക്. ഇനി ഞാനിവിടെ ഒരു വറ്റൽമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവുള്ള വറ്റൽമുളക് ആയതുകൊണ്ടാണ് 1 ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 3 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം എരിവോടുകൂടി വേണമെങ്കിൽ ഇത് തയ്യാറാക്കി എടുക്കാം. പിന്നെ എരിവിനനുസരിച്ച് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ജീരകം ചേർത്തിട്ട് ഇതുപോലെ തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ചട്നിക്ക് കിട്ടുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയ തരിതരിപ്പോടുകൂടി തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കടുക് താളിച്ചെടുക്കണം കേട്ടോ. ഇനി കടുക് താളിക്കാതെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ചട്നി രൂപത്തിലായതുകൊണ്ട് തന്നെയാണ് കേട്ടോ കടുക് പൊട്ടിക്കുന്നത്. ഒരു ചമ്മന്തിയുടെ രൂപത്തിലൊക്കെയാണെങ്കിൽ കടുക് പൊട്ടിക്കാതെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ കടുകൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒന്നുകൂടി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഉള്ളിയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് നല്ലപോലെ തിക്കാണ്. അപ്പോൾ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതാണ് കേട്ടോ ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ കായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കുമ്പോൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല തിളച്ചിട്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോഴാണ് നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഉള്ളിയുടെയും തക്കാളിയുടെയൊക്കെ ഒരു പച്ചച്ചൊവയും മാറി കിട്ടും. അപ്പോൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ സമയം വരെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ തേങ്ങ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ദോശ ഉണ്ടാക്കി വരുമ്പോൾ അത്യാവശ്യം സോഫ്റ്റായിട്ട് കിട്ടാനാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സോഫ്റ്റ് കുറവുണ്ടാവും. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ദോശ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും.
അപ്പോൾ ഉപ്പും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ദോശക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു തവി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ദോശക്ക് പരത്തണ പോലെ തന്നെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഒരുപാട് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക. പെട്ടെന്നായി കിട്ടും. ഒരു 40 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേന് ഇത് റെഡിയായി കിട്ടും. ഇനി ഇതിൻ്റെ സൈഡിലൂടെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നെയ്യ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ സൈഡ് വശമൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ചെറുതായിട്ടൊന്ന് സൈഡ് വശമൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നതും കൂടി ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ക്രിസ്പി ആയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. തിരിച്ചിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണ്ടവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു 20 സെക്കൻഡോളം മാത്രമേ കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ലപോലെ ക്രിസ്പി ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ ഇരുമ്പിൻ്റെയൊക്കെ ദോശ ഉണ്ടാക്കുന്ന ഒരു പാൻ ഉണ്ടാവുമല്ലോ, അതിലുണ്ടാക്കിയെടുത്താലും നല്ല പോലെ തന്നെ പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇപ്പോൾ അതാ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ അരിപ്പൊടി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഉഴുന്നോ അതുപോലെ തന്നെ തേങ്ങയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ അരിപ്പൊടിയും ചോറ് അല്ലെങ്കിൽ അവിലോ ചേർത്തിട്ട് തയ്യാറാക്കിയ ഒരു അടിപൊളി ദോശയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല പോലെ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പരത്താൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ടിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുക. ഇതിൽ ഞാൻ അരിപ്പൊടിയുടെ കൂടെ അവിലാണല്ലോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് വെച്ചെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ ഒരു മധുരം ഉണ്ടാവും. ഇനി ഇത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചില ആളുകൾക്ക് മധുരം ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ചില ആളുകൾക്ക് ദോശയൊക്കെ കഴിക്കുമ്പോൾ ചെറിയ രീതിയിലൊരു മധുരം ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക, അല്ലാത്തവർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. 1 കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ ദോശയൊക്കെ ഞാനിവിടെ മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ. വെറും 10 മിനിറ്റ് മാത്രം മതി ഈ ഒരു ദോശയും ഒരു ചട്നി തയ്യാറാക്കിയെടുക്കാൻ. രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.